ഗൈസ്, സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം ഇവിടെ അടുത്തുള്ള അടിയാർ വാട്ടർഫാൾസിൽ പോകുന്ന വീഡിയോ ആണ്. സോ ലെറ്റ്സ് ഗോ. ഞാൻ നിന്നെക്കാളും മുന്നേ എഴുന്നിട്ട് എക്സൈറ്റ്മെൻറ്റും കൊണ്ട് നമ്മൾ ഇത്ര കെട്ടി ഒരുങ്ങി എങ്ങോട്ടാണ് പോകുന്നത്? ഞാനൊത്തിരി ഒരുങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്. കെട്ടി ഒരുങ്ങി നമ്മൾ പോകുന്നത് അതുകൊണ്ട് മാത്രം എനിക്ക് മൂന്ന് അതെ. സോ പിന്നെന്താ, നമ്മളുടെ സ്ഥിരം കലാപരിപാടി തന്നെ. നമ്മൾ പോയി സൈൻ ഇടുന്നു. പിന്നെ ഇവിടുന്ന് ഞാനും കീറോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പോകാൻ. എഴുതണം. ശരി കേട്ടോ. ഇന്ന് മഴ പെയ്യുകയാണെങ്കിൽ കേട്ടോ, മഴക്കാറുണ്ട്, മഴ പെയ്യുകയാണെങ്കിൽ നമ്മൾ നനയും. പക്ഷെ കുട എടുത്തിട്ടുണ്ട്. പക്ഷെ നല്ല രസമുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ ഒപ്പം ഇന്ന് നമ്മളെ മാത്രമല്ല ഉള്ളത്. നമ്മുടെ ഒപ്പം ആരുണ്ട്? അവള് മുന്നേത്തെ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ അവൾ കയറുന്ന ബസ്സിൽ തന്നെ നമ്മൾ കയറണം. സോ നമ്മളവിടെ പോയി നിന്നിട്ട് അവളെ വിളിച്ച് പറയണം. എനിക്കറിയാം മഴയായിട്ട് ഇങ്ങനെ പോകുന്ന സ്ഥലത്തൊക്കെ റിസ്ക് ചെയ്യാന്ന്. പക്ഷേ ദൈവം കാത്തോണേ, നമ്മളിങ്ങനെ പോകും. ഓക്കെ, കുഴപ്പമില്ല. ഇന്നലെ രാത്രി 2 മണിക്കത്തെ പാൽ കഞ്ഞി അഥവാ പാൽ ചോറിൻ്റെ വീഡിയോ അത് ഉടനെ വരുന്നതായിരിക്കും. അതുകൊണ്ട് ഇന്നലെ കിടക്കാൻ ലേറ്റായി. പക്ഷെ നമ്മൾ എണ്ണീറ്റു. ഇറ്റ്സ് ഓക്കെടാ. അതേ വരുന്നുണ്ട് പ്ലീസ്. ഞാൻ നോക്കിയാണ്. കഴിഞ്ഞ വ്ളോഗിൽ പോയ ജൂലി എത്തുന്നത് ഈ വ്ളോഗിലാണ്. ഇന്ന് രാവിലെ ലാൻഡ് ചെയ്തതേ ഉള്ളൂ. എന്നിട്ട് അന്ന് തന്നെ പുറത്തും പോന്ന്. ഗൈസ് നോക്കൂ, ഇന്ന് എൻ്റെ ഡ്രസ്സ് നോക്കൂ. കീറ് കാണിച്ചു കൊടുക്കും. അയ്യോ ടി നോക്കൂ ഗൈസ്, കണ്ടോ? ഇതെന്തൊരു ഓക്കെ നോക്കൂ, കണ്ടോ? ഇതിൻ്റെ മാമി വാങ്ങിച്ചു തന്നാണ്. ഇറ്റ്സ് വെരി നൈസ് ഗൈസ്. ഇപ്പം ഭയങ്കര ഒരു എംബാരസിങ് മൊമെന്റ് ഉണ്ടായി. പക്ഷെ ഇറ്റ്സ് ഓക്കെ. ഇങ്ങനെയൊക്കെയാ നമ്മള്. നോക്കൂ, എന്താ പറയാനുള്ളത്? പക്ഷെ എനിക്ക് എൻ്റെ ബെന്നിനൊന്ന് മാറ്റിക്കൊള്ളാറുന്നുണ്ട്. പക്ഷെ സംഭവിച്ചില്ല. നമ്മളിപ്പം ഓൾറെഡി കയറ്റം കയറിയൊരു വഴിക്കെത്തി. സോ തിരിച്ചു പോകുന്നത് ഇസ് ഇമ്പോസിബിൾ. ലെറ്റ്സ് ഗോ. സോ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലൊക്കെ എത്തിയിട്ട് ഞങ്ങൾ പിന്നെ ഡയാനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. സോ അവളാണെങ്കിൽ സ്കൂട്ടിയും കൊണ്ട് ഇവിടെ വന്നിട്ട് ഒരുമിച്ച് ബസ്സിന് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ അത്യാവശ്യം കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഡയാന എത്തി ഗൈസ്. നോക്കൂ, അവൾ വരികയാണ്. Arrived. I love you too. എന്തായാലും അവരാണെങ്കിൽ എവിടെ ഒരു സീറ്റ് ഒരുമിച്ചിരുന്നു. ഞാനാണെങ്കിൽ ഡ്രൈവർ ചേട്ടൻ്റെ തൊട്ട് പുറകിൽ തന്നെ ഇരുന്നത്. ബിക്കോസ് എനിക്ക് ആദ്യം എത്താൻ വേണ്ടിയിട്ട്. അവരൊക്കെ പിന്നെ എത്തിയാൽ മതി, അതുകൊണ്ട്. സോ ഞങ്ങൾ ഈ കയറിയ ബസ്സിൽ നിന്ന് ഞങ്ങൾക്കാണെങ്കിൽ ഒരു ബസ്സൂടെ മാറിക്കയറണം. അതായത് ഇവിടെ നിന്ന് ഞങ്ങൾ പമ്പലിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ അടുത്ത ബസ്സിന് കയറി പോകണം. അൺഫോർച്ചുനേറ്റ്ലി ഭയങ്കര മഴയായിരുന്നു. നല്ല കാറ്റും മഴയായിരുന്നെങ്കിൽ എങ്ങനെയൊക്കെയും ഞങ്ങൾ സെക്കൻഡ് ബസ്സിൽ കയറി ഗൈസ്. ജനമായ ബസ്. കാറ്റടിച്ചു 2 ബസ് മാറി കയറണം. അപ്പം ആദ്യത്തെ ബസ് ഇറങ്ങി രണ്ടാമത്തെ ബസ്സിലോട്ട് കയറാൻ വേണ്ടി ഞങ്ങൾ നടക്കാൻ നേരത്ത് ഭയങ്കര കാറ്റും മഴയായിരുന്നു. അങ്ങനെ എല്ലാം പോയി. ഇവിടെ പകുതി വഴിക്ക് ഇറക്കി കിട്ടുന്നേ. എന്നിട്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ച് പോകും ഗൈസ്. നോ വറീസ്, വി ആർ ഗോയിങ്. മേ ബി ബസ്സിൽ ആരും ഇല്ലാഞ്ഞുകൊണ്ടായിരിക്കും. എന്തായാലും കിട്ടിയ ഓട്ടോയിൽ ഞങ്ങൾ ധൈര്യമായിട്ട് ഗൂഗിൾ മാപ്പ് ഇട്ട് ഇറങ്ങി. നമ്മൾ ഇവിടെ വരെ എത്തി ഗൈസ്. നോക്ക്, എന്ത് വ്യൂ ആ നോക്ക്. ഗൈസ് ഇവിടെ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചത് ഒരു വിജനമായ സ്ഥലമായിരിക്കും എന്ന്. ക്യാമറ നമ്മളീ മഴയിൽ നനങ്ങി നമ്മൾ പോവാണ്. അയ്യോ, നമ്മളിങ്ങനെ പ്ലാൻ ഇട്ടായിരുന്നു നമ്മൾ മഴ നനയും. നമ്മൾ കുട ഉണ്ടായിരുന്നു, നമ്മൾ മഴ നനയുന്നു ഗൈസ്. ഗൈസ്
നമ്മൾ ഇനിയും പതുക്കെ പതുക്കെ വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. ഓരോ സ്റ്റെപ്പ് നമ്മൾ സൂക്ഷിച്ചെടുക്കണം. ഓക്കെ, ഇതിലേ കൂടെ നമുക്കിനിയും താഴത്തേക്ക് പോകണം. ഓക്കെ, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡയാന ഒറ്റയ്ക്ക് ഫ്രണ്ടിൽ പോവുകയാണ്. എന്തോ ഇവിടൊക്കെ മുന്നേ പരിചയമുള്ള പോലെ തന്നെ. അവിടെ വല്ല ആയിരിക്കും വെള്ളച്ചാട്ടം, നമുക്ക് പോയി നോക്കാം. നനങ്ങിട്ടുണ്ട്. എന്തിനാണോ ഇത്ര അയ്യോ ഇതുണ്ടോ പരകായ പ്രവേശം. നമ്മള് വല്ലപ്പോഴൊക്കെ മഴ നനയണം, അതുകൊണ്ടാണ് നമ്മൾ നനയുന്നത് കേട്ടോ, അല്ലാതെ വേറൊന്നുമില്ല. നമുക്ക് സെറ്റപ്പ്. ആ ഓലക്ക. ഓക്കെ ഗൈസ്, നമ്മള് എന്തൊക്കെയുണ്ട് കേട്ടോ. നമ്മൾ ഈ വഴിയായിരിക്കും നമ്മൾ പോകേണ്ടത്. നമുക്ക് പോയി നോക്കാം. നമ്മൾ തിരിച്ചു കയറി വരും, കാരണം ഒത്തിരി പേര് ഈ വഴി പോകുന്നുണ്ട്. ആ എനിക്ക് മനസ്സിലായി, നീ ഏത് കണ്ട ആദ്യത്തെ വാട്ടർഫോൾസ്. നോക്കൂ, വെള്ളം ചാടുന്നതിനല്ലേ വാട്ടർഫോൾസ് എന്ന് വിളിക്കുന്നത്. വെള്ളം ചാടി നമ്മൾ കണ്ടു. നമ്മൾ ഇതിലേ കൂടെ നമ്മൾ കയറുമ്പോൾ എളുപ്പമാണ്. ഓക്കെ, ടുറു ഫ്രണ്ട് എന്നും താങ്ങും തണലുമായി. അവള് സ്റ്റൈഡ് ചെയ്തിരുന്നു കണ്ട്. ഗേസ്, നമ്മളിങ്ങനെ താങ്ങി താങ്ങി വേണം പോവാന്. നോക്കൂ ഗേസ്, ഇതാരാണ് വന്നിരിക്കുന്നതെന്ന് നോക്കൂ. എങ്ങനെയുണ്ട് അവിടെ? വെള്ളമൊക്കെ ഉണ്ടോ? നല്ല രസമുള്ള ഫീൽ ഉള്ളു. ആ കൊടയൊക്കെ ബാഗിനകത്തുണ്ട്. ആണോ? അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. പറയുമ്പോ ഇവിടെ ഊരിട്ടു. നിങ്ങൾ എത്ര നേരം വന്നിട്ട്? ഒത്തിരി നേരം എടുത്തോ? റോസ്മിനുണ്ടോ? ഐ ശരിയാ, അപ്പൊ ശരി. ഓക്കെ ബൈ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ആ ശബ്ദം? യെസ്, പോകൂ. ഈ കൂടാരത്തിനകത്തോടൊക്കെ നമ്മൾ പോണം. നമ്മുടെ അവിടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുറേ പേരൊക്കെ അവിടെ ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത് കേട്ടത്. ലെറ്റ്സ് ഗോ ആൻഡ് സീ. ഇത് സെറ്റപ്പ് ആട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡ്ര ചിലപ്പോ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടടി. എടി ഡ്ര ചിലപ്പോ എന്റെ ബാഗ് കൂടെ നിന്റെ ബാഗിന്റെ ഉള്ളിൽ വെക്കണം കേട്ടോ, കളഞ്ഞു പോവാതെ. ഡ്ര ഡോണ്ട് ഗിവ് മീ സൈഡ് പ്ലീസ്. ഡ്ര നല്ലോളല്ലേ. നോക്കൂ, നമ്മുടെ വെള്ളച്ചാട്ടം എത്തി. അതികഠിനമായ വഴികളിലൂടെ. നോക്കൂ, അതിമനോഹരമായ വിഷ്വൽസ്. സോ അതാണ് നമ്മളിങ്ങനെയൊക്കെ ഒത്തിരി നടക്കാനുണ്ടായിരുന്നു കേട്ടോ. കുറേ ഇറങ്ങി കയറ്റം കയറി അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിലൊക്കെ എത്തി. നമ്മളൊരു തിരിച്ചു പോവാണ്. ഇറങ്ങി വരുന്ന വഴിക്ക് നമ്മളെല്ലാം മാങ്ങ തിന്നു. ഇല്ല, ഞാൻ ആദ്യം കരുതിയത് അധികം ഒന്നും ആൾക്കാർ വരാത്ത സ്ഥലമായിരിക്കും, പക്ഷേ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. ഫാമിലീസായിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും മൊത്തത്തിൽ നല്ല വൈബായിരുന്നു. ഞങ്ങൾ ശരിക്കും അടിച്ചു പൊളിച്ചു. നല്ലൊരു ഡേ ആയിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ റീൽസ് ഒക്കെ എടുത്താൽ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടും. ദിഗംബരനായിട്ട് ഞാൻ എന്നെ ദിഗംബരനെ പോലെ ഇരിക്കുന്ന കണ്ടിട്ട് ഒരാൾ എന്നോട് പറഞ്ഞ നമ്മൾ തിരിച്ചു കയറി പോകണം, എന്നാലേ നമ്മളെ മേളിലെത്തത്തുള്ളൂ. അയ്യോ, എല്ലാരും കീറിനെ ഒറ്റച്ചിയാക്കി കളഞ്ഞ്.
റോസ് ഇല്ലാന്നെങ്കിൽ ഞങ്ങൾ എന്താക്കിയനായിരുന്നു. ഞാനുള്ളായിരുന്നോണ്ട് എല്ലാരും എന്റെ ഒപ്പം വന്നു കേട്ടോ. നോക്ക് എന്റെ പുതിയ സ്റ്റൈലാണ്. ഓക്കെ, എല്ലാരും എന്റെ ധൈര്യത്തിലാണ് വരുന്നത്. ആരും പേടിക്കണ്ട. നിങ്ങൾക്കൊരു കൈ തരണമെങ്കിൽ ഞാൻ തരാം. നിങ്ങക്ക് പേടിയാണെങ്കിൽ നിങ്ങക്കൊക്കെ എന്തുവാടി. ഓക്കെ ഗൈസ്, നമ്മള് വീണ്ടും മണ്ടക്കെത്തി. വെള്ള കളറിലെ തുണി പോകും. Pretty awesome guys, must visit, you know. ശരിക്കും നല്ലൊരു സോ നൈസ്. ഇനി നമ്മള് വിശക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, നോക്കൂ, ഇറ്റ്സ് ബ്ലോക്ക് തിങ്. എങ്ങനെയാണ് എല്ലാവരും പറ. അതെ, അടിപൊളിയായിരുന്നു. സെറ്റപ്പ്. അതെ, ഇനി നമ്മൾ താഴത്തോട്ട് നടക്കും. നടക്കണം. അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. It's okay, be. Curve ahead. ഇതെന്താടി പിന്നെ പെയ്യുന്നേ? അങ്ങനല്ല, ശക്തിയിലുള്ള മഴ. AC നമ്മൾ താഴെ പോയിട്ട് എങ്ങനെയും ബസ് കയറി പോകണം. പക്ഷെ ബസ്സിൽ കൊടുക്കാൻ 10 പൈസ ഇല്ല ഗൈസ്. എങ്ങനെയാലും ജീപ്പ് ചെയ്യാൻ ചോദിച്ചു നോക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ മൂച്ചിരിക്കും. എന്തായാലും എന്നാ, അതെ, വെറും തെണ്ടുകളായിട്ട് ഞങ്ങൾ നക്കാപ്പിച്ച കയ്യിലായി ഞങ്ങൾ ഇറങ്ങി. അതാണ് അത്രേ ഉള്ളൂ. നടന്ന് റെയിൽവേ ബ്രിഡ്ജ് നമുക്ക് എടുക്കണം. എന്തുവാ പൈസയോ? ഒന്നുമല്ല കേട്ടോ ഗൈസ്. നോക്കൂ, പുതിയ അറിവാണല്ലോ റോസു, അല്ല റോസ്മേരി. നോക്കൂ, ട്രെയിൻ പോകുന്ന അതിമനോഹരമായ വിഷ്വൽസ്. എന്തായാലും ഞങ്ങൾ ആ ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നിട്ട് കുറേ നേരം വായി നോക്കി നിന്നു. 2 ബസ് നിർത്തിയെങ്കിലും ഞങ്ങൾ അതിൽ കയറിയില്ല, ഞങ്ങളുടെ അഹങ്കാരം. പിന്നെ വരുന്ന ബസ്സൊന്നും നിർത്തിയില്ല. പിന്നെ എങ്ങനെയൊക്കെയോ കുറേ നേരം നിന്ന് കഴിയുമ്പോൾ ഞങ്ങൾക്കൊരു ബസ് കിട്ടി. അയ്യോ, അതിലെന്തായാലും ഞങ്ങൾക്ക് ഫ്രണ്ട് സീറ്റും കിട്ടി നമുക്ക് ആദ്യം എത്താൻ. എന്തായാലും ഇത്തവണ ആദ്യം എത്താൻ വേണ്ടി ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു ഗൈസ്, എൻ്റെ ഒപ്പം അവർ 2 പേരും കൂടെ ഉണ്ടായിരുന്നു. കൊട തയ്ക്കണം ബൈ. എൻ്റെ കൊട പൊട്ടിയോണ്ട് കാറ്റത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ പോവുകയാണ്. നമുക്ക് ഇനി അവരൊപ്പം ചെരുപ്പ് വേണം പോവാം. നോക്കുമോളെ കീറു ചെരുപ്പ് വാങ്ങി നമ്മളിങ്ങനെ തിരിച്ചു പോവുകയാണ്. സമയം 2:30. കീറു, നിങ്ങൾ എൻ്റെ എത്രാമത്തെ 2ാമത്തെ വ്ലോഗിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായി ഞാൻ ഇവിടെയാണ് എൻ്റെ ചെരുപ്പ് തയ്പ്പിക്കാൻ വന്നത്. ഓക്കെ, പിന്നെ കുട തയ്ക്കാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ റോസ്റ്റ് ആൻഡ് ബ്രോയിൽ പോയി. കാരണം നല്ല വിശപ്പുണ്ടാകുന്ന രാവിലെ ഒന്നും കഴിക്കാതായിരുന്നു ഇറങ്ങിയത്. പറിച്ച് ഓടിക്കൊണ്ട് നടക്കേണ്ട സമയത്ത് രാവിലെ കുറ്റി പറിച്ച് നാളെ നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് നമുക്ക് താമസിച്ച് എണീറ്റാൽ മതിയല്ലോ. അപ്പോൾ കുഴപ്പമില്ല. തണുക്കുന്നുണ്ട്, വിറയ്ക്കുന്നുണ്ട്. ചില ആൾക്കാരെ മറക്കരുത് കേട്ടോ. എന്തിന്? കീറു സ്പെഷ്യാലിറ്റി, കീറു ചികിത്സകൾ വേഗം തന്നെ തുടങ്ങുന്നതായിരിക്കും. പിന്നെ അതുപോലെ പാർലർ നിങ്ങൾക്ക് ഇന്നലെ ആ ഷോർട്സ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. മേ ബി 2 ദിവസത്തിനൊക്കെ അപ്ലോഡ് ചെയ്യുമായിരിക്കും. ഇന്നലെ രാത്രി പാലക്കാട്ടിൽ 12 മണിയായപ്പോൾ ഞങ്ങൾ സ്ട്രെയിറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ പാലക്കഞ്ചി ഇന്നലെ രാത്രി 2 മണിക്ക് വിശന്നപ്പോൾ ഞങ്ങൾ പാലക്കഞ്ചിയൊക്കെ അത് പറഞ്ഞു.
അവള് പറഞ്ഞു ഇനി നാളെ നമുക്ക് പോവുകയാണെങ്കിൽ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നല്ല രസം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പിന്നീട് ചെയ്തിട്ടാണല്ലോ മണ്ണ കൈസ് മണ്ണ സ്ട്രേറ്റ് ചെയ്തിട്ട് പിന്നിട്ട്. ഈ പുറത്തെല്ലാം മഴയാണ്. പക്ഷെ നല്ല മഴയാണ്. വൃത്തിയുള്ളൊരു വളരെ കാറ്റോടുകൂടിയുള്ള മഴ. ആ കുട കിട്ടുക തുറക്കം എടുത്ത കൊണ്ടുപിടിക്കാൻ വെച്ചെടുക്കുക. ശരി, ഇവിടെ തന്നെ തുറക്കാൻ കേൾവി നമുക്കും കുട്ടിയെ കൊടുക്കാതെ. അതെ, ബാക്കി നീ അതെങ്ങനെ പിടിച്ചു? നീ ഇങ്ങനെ പിടിച്ചു? ഞാൻ മര്യാദയ്ക്ക് പിടിച്ചു. എല്ലാം വന്നപ്പോ നിങ്ങൾ ആരൊരാള് ബാക്കിൽ ബാക്കിയോട് ഇനിയിപ്പോ എന്റെ കുട തിരിച്ചു. ആ, അത് നീങ്ങിയപ്പോ എന്റെ കുട വന്നാണ് തിരിച്ചു. കുട തിരിച്ചപ്പോ ആ സാധനം കുട്ടികൾ മുട്ടം കൂടെയായിരുന്നു. ഞാൻ അച്ഛനോട് വന്ന പറ്റുമല്ലോ പോകാൻ പോലെ കൊണ്ടേ കൊടുക്കുക ചികിത്സയുണ്ട്. എന്റെ കണ്ണി വരെ കയറി കേൾവി. എന്ത് നീ എവിടെ വെച്ച് ഞാൻ ആക്സോയിൽ കൊടുത്തേനാണ്. മൂക്ക് വരെ. പക്ഷെ ഓൾഡ് ഷേക്ക് വന്നില്ല. പാട്ട് സാരമില്ല. നമ്മുടെ റോൾ നമ്മളിനി ഇത് കഴിക്കും. തെരുവിൻ തുറക്കും. നമ്മളിനി കഴിക്കാൻ പോകണം ഗൈസ്. അവളുടെ സാധനം വന്നു. ഒരു ലവ് ഹാർട്ടൊക്കെ ഉണ്ടടി ഇവിടെ. പക്ഷെ എന്ത് ചെയ്യാൻ, ഷുഗർ ഉണ്ട്. ആ, നോ ഷുഗർ. ആണോ? അത് കുടിച്ച് കഴിയുമ്പോൾ നമ്മൾ പോകുന്നതായിരിക്കും. നമ്മൾ പോവുകയാണ്. നമുക്കിനി കുട വാങ്ങിച്ചിട്ട് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവാം. എന്ത് ഗോയിങ് ബൈ ആൻഡ് യെസ് വി ഗോ അഗെയിൻ. അതിനൊക്കെ വാങ്ങി. ആ, മറ്റേ നല്ല വെയിറ്റാ. ഓക്കെ, നമ്മളിനി തിരിച്ച് പോവുകയാണ് ഹോസ്റ്റലിലേക്ക്. സോ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് പല വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം നല്ല മഴയായിരുന്നു. എങ്ങനെയൊക്കെയോ ഞങ്ങൾ പിന്നെ ഹോസ്റ്റലിലെത്തി. സോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.